ഒരുത്തനും ഇനി ഭാരത മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ല. നുഴഞ്ഞു കയറും മുൻപേ ഇല്ലാതാക്കും. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഗണ്യമായി തന്നെ കുറച്ചുവെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ അവിടെ അമിത്ഷാ നടത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആകട്ടെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളാകട്ടെ മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഗണ്യമായി തന്നെ കുറഞ്ഞതായി അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കിയതിന്റെ ഫലമായിട്ടാണ് ഈ മാറ്റമെന്നതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്. അതിർത്തി മേഖലകളിൽ ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും വ്യാപകമായി തന്നെ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്നും അതിലൂടെ തന്നെ അനധികൃത നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ കണ്ടെത്തുവാനും തടയുവാനും സുരക്ഷാ സേനയ്ക്ക് കൂടുതൽ ശേഷി ലഭിച്ചിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്ത്യയിൽ അനധികൃതമായി തന്നെ താമസിക്കുന്ന വിദേശ പൗരന്മാരെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ വിവിധ സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടുകൂടി തന്നെ ഇവിടെ പുരോഗമിക്കുകയാണ് എന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. തിരിച്ചറിയൽ പരിശോധനകൾ, രേഖകളുടെ പരിശോധന, നിയമപരമായ നടപടികൾ എന്നിവ സംസ്ഥാന ഭരണകൂടങ്ങളുമായി തന്നെ ഏകോപിപ്പിച്ചാണ് നടപ്പാക്കുന്നത് എന്നതാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. അനധികൃതമായി തന്നെ ഇന്ത്യയിൽ കടന്നു കയറിയവർക്കെതിരെ നിലവിലെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ നടപടി സ്വീകരിക്കുമെന്നും രാജ്യത്ത് നിയമവിരുദ്ധമായി തന്നെ താമസിക്കുന്ന വിദേശ പൗരന്മാരെ തിരിച്ചറിയുന്നതിലുള്ള അതിന്റെ നടപടിക്രമങ്ങൾ തുടരുകയാണ് എന്നും പ്രത്യേകിച്ച് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം ദേശീയ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക സന്തുലിതാവസ്ഥയ്ക്കും വെല്ലുവിളിയാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ അതിർത്തി സുരക്ഷ കൂടുതൽ ശക്തമാക്കുകയും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി തന്നെ നിരീക്ഷണം വിപുലീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ആദ്യഘട്ടം. അതിർത്തി സുരക്ഷ, അനധികൃത കുടിയേറ്റം, ദേശീയ സുരക്ഷ എന്നീ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പരിഗണനകളിൽ ഒന്നാണിതെന്നും രാജ്യത്തിന്റെ സുരക്ഷയും നിയമവാഴ്ചയും ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ കൂടുതൽ ശക്തമായി തന്നെ തുടരുമെന്നും ഇവിടെ വ്യക്തമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അമിത്ഷായുടെ ഈ ഒരു പ്രസ്താവനയോട് രാജ്യത്തെ അതിർത്തി സുരക്ഷയും അനധികൃത കുടിയേറ്റവും വീണ്ടും ദേശീയ തലത്തിൽ കൂടി ചർച്ചയാവുകയാണ്. സുരക്ഷാ നടപടികളുടെ ഫലപ്രദമായ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലപ്രാപ്തിയെക്കുറിച്ചും തുടർ നടപടികളെക്കുറിച്ചും ഇനിയും കൂടുതൽ രാഷ്ട്രീയ ഭരണപരമായ ചർച്ചകൾ ഉയരാനാണ് സാധ്യതയെന്നും അതേസമയം കുടിയേറ്റവുമായി ബന്ധപ്പെട്ട കണക്കുകൾക്കും അവകാശവാദങ്ങൾക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഇവിടെ നിലനിൽക്കുന്നതിനാൽ തന്നെ അവിടെ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാർ ഉന്നയിക്കുന്ന ചില കണക്കുകൾക്ക് കൂടുതൽ വ്യക്തതയും ഔദ്യോഗിക വിവരങ്ങളും പുറത്തുവിടണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. എന്നിരുന്നാൽ പോലും അനധികൃത കുടിയേറ്റത്തിനെതിരായ നടപടി തുടരുമെന്നും രാജ്യ സുരക്ഷയിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നും കേന്ദ്ര സർക്കാർ ഇവിടെ ആവർത്തിച്ചു ഉറപ്പു നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. 2217 കിലോമീറ്റർ ദൂരം വരുന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബംഗാളിൽ അധികാരമേറ്റ BJP മുഖ്യമന്ത്രി സുവേന്ദു അധികാരം നൽകിയത് 142 ഏക്കർ ഭൂമിയാണ്. അതിർത്തിയിലെ ഈ ഭൂമി സർവേ നടത്തി അതിവേഗം തന്നെ അതിർത്തി രക്ഷാസേനയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്നും വേലി കെട്ടിക്കൊണ്ട് തടയാൻ ബംഗ്ലാദേശ് അതിർത്തി സേന ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിനെല്ലാം മറികടന്നുകൊണ്ട് കൂറ്റൻ വേലി കെട്ടുകയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ പോലും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നതാണ് ഇപ്പോൾ ഇവിടെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നതും. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തി അമിത്ഷാ രംഗത്ത് വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.